ദുബായിലായിരുന്നു. അവിടെ ഇച്ചിരി പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റാതെ. ഒരു പക്ഷെ അന്ന് ഇനി ഒരു പരിപാടി വെക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഐ വിൽ ബി ദ തീർച്ചയായിട്ടും ഫസ്റ്റ് വരും. പേഴ്സൺ. അന്നൊരു പക്ഷെ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കിട്ടാവുന്ന ഒരു പക്ഷെ അന്ന് ആ ഫാൻസ് പറ്റി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ കിട്ടുന്ന ഏറ്റവും വലിയ നല്ലൊരു മൊമെന്റ് കൂടി ആയി പോയേനെ എന്നുള്ളതാണ്. അത് കാരണം എനിക്കായിരുന്നു മിസ്സിങ്. സുരേഷ് ഗോപി അങ്കിൾ അതൊരു മിസ്സിങ് അല്ല, എനിക്കതൊരു വലിയ മിസ്സായി പോയി. നാട്ടിലില്ലായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വന്നേനെ. ഈ പലപ്പോഴും രതീഷ് എന്നൊരു താരോദയത്തിന് പറയുമ്പോൾ തന്നെ ഈ വരുന്ന കൂടുതലും ഐവിശേഷി ചിത്രത്തിലൂടെയാണ് അത് ശ്രദ്ധിച്ച പടം എന്നുള്ള തുഷാരം കൂടിയാണ്. ഈ ഒപ്പം തന്നെ ഈ വളർച്ചയുടെ ഒപ്പം തന്നെ എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ജയൻ എന്ന അദ്ദേഹത്തിന്റെ അസാന്നിധ്യം കൂടി കുറേയേറെ സാധ്യതകൾ വന്നു എന്നുള്ളത്. ഇത്തരത്തില് ആ സമയത്ത് ഒരു ചർച്ചകൾ അല്ലെങ്കിൽ ഈ വിശേഷങ്ങളൊക്കെ അച്ഛൻ പങ്കുവച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, നമ്മൾ അതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞ പോലെ നേരത്തെ വി വർ വെരി യങ്. അപ്പൊ നമുക്കിടയിൽ സിനിമയെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് അച്ഛൻ വന്നു കഴിഞ്ഞാൽ കറങ്ങാം, ഹോളിഡേ എവിടെയെങ്കിലും പോവുക, അങ്ങനത്തെ പരിപാടികളോ ഭയങ്കര ജോളിയായിട്ട്. വളരെ ലേറ്റ് ആയിട്ടാണ് നമ്മൾ അറിയുന്നത് അച്ഛന്റെ ഒരു ഹൗ ബിഗ് ആൻ ആക്ടർ ഹീസ് ഇൻ മലയാളം ഇൻഡസ്ട്രി എന്നുള്ളത്. നമ്മൾ അറിയുമ്പോഴത്തേക്ക് വൈകിപ്പോയി ഡെഫിനറ്റ്ലി. തിരിച്ചറിഞ്ഞത് വളരെ ലേറ്റ് ആയിട്ടാണ്. അപ്പൊ ഞാൻ പറയാറുണ്ട്, ഞാൻ അച്ഛന്റെ പടം കമ്മീഷണർ കണ്ടിട്ടാണ് ഞാൻ ആക്ടിങ്ങിലോട്ട് ഐ മീൻ വില്ലൺ ആവണം എന്നുള്ള ഒരു ഇത് വരുന്നത്. ലൈക്ക് നന്നായി, ബിക്കോസ് ഹീറോ പടങ്ങളൊക്കെ കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ആക്ടിങ്ങിന് വരത്തില്ലായിരുന്നു. പെർഫോം അത്രയും വലിയൊരു പെർഫോമൻസ് ഒക്കെ ചെയ്തു വല്ലാതെ അങ്ങ് മോഹിപ്പിക്കുന്ന രീതിയിൽ. അതെ അതെ അതെ, ഒരു ചിരി തൂക്കി പറയുന്ന ഡയലോഗിലാണെങ്കിലും ഭാവങ്ങളിലാണെങ്കിലും നോട്ട് വെരി ഭയങ്കര ലൗഡ് ആക്ടർ അല്ല, ചിരിയും കണ്ണുകളിൽ കൂടി എക്സ്പ്രസ് ചെയ്യുന്നത്. ആസ് എൻ ആക്ടർ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനം കണ്ണുകളിൽ കൂടി എക്സ്പ്രസ് ചെയ്യുന്നത്. മലയാളത്തില് ഒരു ചിരിയിലൂടെ ഒരു വില്ലനിസം കാണിക്കാൻ കുറേയേറെ ഭയപ്പെടുത്താൻ കുറെ ഒന്നും അല്ലെ വലിയ രീതിയിൽ കാറ്റുകൂട്ടിൽ നടത്തേണ്ട എന്നുള്ളത് തെളിയിച്ച വ്യക്തിയാണ്. ഒരുപക്ഷെ നടനെന്ന രീതിയിലേക്ക് മാറുമ്പോഴും ഈ സിനിമകൾ ഓർത്തു വെക്കുമ്പോഴും അതിനേക്കാൾ ഉപരിയായിട്ട് ഓർത്തു വെക്കുക ആ കണ്ണുകളാണ് അല്ലെ. ആ കണ്ണുകളും ആ കണ്ണുകളിലെ മിന്നി മായുന്ന ഭാവങ്ങളും എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല എന്നാണ്. എത്ര തന്നെ സിനിമകളും ഈ മലയാളികൾ എപ്പോഴും രതീഷ് എന്ന വലിയ നടനെ ഓർത്തു വെക്കുന്നതിൽ പ്രധാന ക്യാരക്ടർ വരെ മോഹൻ തോമസ് ആയിരിക്കും. പക്ഷെ ഇത്രത്തോളം ക്യാരക്ടറിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു മകനായിട്ട് അതില് മെയിൻ കാരണം എന്ന് വെച്ചാൽ അത്രയും നാൾ ഹീറോ ആയിട്ടിരുന്ന ആളുടെ ഒരു സ്വിച്ച് ചെയ്യുന്നത്. അതും ഇറ്റ് വാസ് വെരി ഡ്രാസ്റ്റിക്. അപ്പോഴും ആ വില്ലൻ ചെയ്യുമ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം അതില് ഭയങ്കര ലൗഡായിട്ടുള്ള എക്സ്പ്രഷനും കാര്യങ്ങളൊന്നുമില്ല. ഡയലോഗ്സ് ആ കൂടുതലും മോഡുലേഷനിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ആൾക്കാർ ഉൾക്കൊള്ളും അത്. സോ അതാണ് ഇപ്പോഴും എവിടെ പോയാലും ആൾക്കാർ ഫസ്റ്റ് പറയുന്നത് മോഹൻ തോമസ്. അതെ, ആ ഒരു ക്യാരക്ടർ. പക്ഷെ എന്റെ ചോദ്യം അതായിരുന്നു, ഈ ക്യാരക്ടർ പറയുമ്പോഴും ഒരു മകൻ നിലയിലും അല്ലെങ്കിൽ ഒരു നടൻ എന്നുള്ള രീതിയിലും കുറേയേറെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അച്ഛനെ. അത്തരത്തിൽ ഏത് വേഷ ഏറ്റവും കൂടുതൽ ഓർത്തു വെക്കുന്നത്? ഞാൻ ശരിക്കും കമ്മീഷണറാണ് എന്റെ ഫസ്റ്റ് ഫേവറേറ്റ്. അത് കഴിഞ്ഞ് എനിക്കുള്ളത് രാജാവിന്റെ മകനിലെ ക്യാരക്ടർ ഇഷ്ടമാണ്, കൃഷ്ണദാസ് എന്ന് പറഞ്ഞ പൊളിറ്റീഷ്യൻ. പിന്നെ വഴിയോര കാഴ്ചകളിലൊക്കെ ഒന്നും ചെയ്യുന്നില്ല. കാശ്മീറുണ്ട്, തുഷാറും, കുറെ പടങ്ങളുണ്ട്. പക്ഷെ എന്റെ ഫേവറേറ്റ് ഈ 3 പടങ്ങളാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്തിട്ടുള്ളത്. ആസ് എൻ ആക്ടർ, ആസ് എ ഡാഡ്, അച്ഛൻ എന്നതിനെക്കാട്ടിലും ആസ് എൻ ആക്ടർ എന്നുള്ള ഒരു ഇതിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യാൻ പറ്റും, നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യണം എന്നുള്ളത് തോന്നിയിട്ടുള്ളത് ഈ 3 ക്യാരക്ടേഴ്സിലാണ്. ബിക്കോസ് ഞാൻ ഈ കുറെ പടങ്ങൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. സ്റ്റിൽ നോട്ട് ഡൺ വാച്ചിങ് ഹിസ് മൂവീസ്. ക്ലോസ് ടു 150 മൂവീസ് ചെയ്തിട്ടുണ്ട് ഈ 8 to 10 years സ്പാനിൽ. കണ്ടുവരുന്നേ ഉള്ളൂ എല്ലാ പടവും. എവിടെയെങ്കിലൊക്കെ തോന്നിയിട്ടുണ്ടോ പിന്നീട് അവിടെ കമ്പമായിരുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും അച്ഛന്റെ സ്റ്റാർഡും അല്ലെങ്കിൽ അച്ഛനെ എത്രത്തോളം ഇവിടെയുള്ള സ്വീകാര്യതയും അറിയാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ആവുമായിരുന്നെങ്കിൽ ഒരു പക്ഷെ അപ്രതീക്ഷിതമായ വിയോഗത്തിൽ അച്ഛനായിട്ട് കുറേയേറെ കാര്യങ്ങൾ അറിയാൻ പറ്റുമായിരുന്നു, അങ്ങനെ ചിന്തിച്ചില്ല? അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ബിക്കോസ് അത് അച്ഛന്റെ അന്നത്തെ ചോയ്സ് ആയിരുന്നു. അച്ഛൻ ഒരിക്കലും അച്ഛൻ ചെയ്തിട്ടുള്ള ഓരോ ചോയ്സസിലും അച്ഛന് റിഗ്രറ്റ്സ് ഇല്ല. സോ ഐ എം ഹാപ്പി ഇൻ ദാറ്റ് വേ ദാറ്റ് he lived his life. There was no regrets for him. So ആ ജേർണിയിൽ അച്ഛന്റെ ഇതിൽ നമുക്കും കൂടെ ആസ് എ സൺ ഓർ നിങ്ങളുടെ സിബ്ലിങ്സ് എല്ലാവർക്കും വി ആർ ഓൺലി പ്രൗഡ് ആൻഡ് ഹാപ്പി അബൌട്ട് ഹൗ ഇറ്റ് വാസ്. അല്ലാതെ നമുക്ക് ഒരിക്കലും കേരളത്തിലായിരുന്നെങ്കിൽ ചിലപ്പോ നമുക്ക് ഇച്ചിരി കൂടെ നല്ലതായിരുന്നു അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഈ അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും രതീഷ് നടനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഈ മക്കളെ കുറിച്ച് പറയുന്നത്, പക്ഷെ പലപ്പോഴും ഈ അമ്മയുടെ വിയോഗം പലപ്പോഴും അറിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഒരു 4 പേര് സഹോദരങ്ങൾ എന്നുള്ള രീതിയിലേക്ക് ഇനി എന്ത് എന്നുള്ള ചോദ്യചിഹ്നം സ്വാഭാവികമായിട്ട് വന്നിട്ടുണ്ട്. അവിടെ എവിടേക്കോ ഒരു സഹോദരനായിട്ടും ഒപ്പം തന്നെ ഒരു അച്ഛനായിട്ടും നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ബട്ട്
സർട്ടൻ സിറ്റുവേഷൻസ് നമ്മളെ റിയാക്ട് ചെയ്യിപ്പിക്കും, ലൈക്ക് യു ഹാവ് ടു ഫേസ് ദ റിയാലിറ്റി എന്നുള്ളത്. ആൻഡ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞങ്ങൾ സിബ്ലിങ്സ് തന്നെയാണ്, എൻ്റെ സിബ്ലിങ്സ് തന്നെയാണ്. എന്നെ ഒരാളായിട്ട് എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടി വന്നില്ല. ഞങ്ങൾ 4 പേരും ഒരുമിച്ച് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്. ശരിക്കും താഴെയാണ് അല്ലെങ്കിൽ എൽഡർ ആയിട്ട് ഒരാൾ ചെയ്യട്ടെ എന്നൊന്നും വിചാരിച്ചു അത് വന്നിട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്. സോ ആ ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് ആണ് ഞങ്ങൾ 4 പേരുടെ സ്ട്രെങ്ത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെ ഗൈഡ് ചെയ്യാൻ സുരേഷ് ഗോപി അങ്കിളും സുരേഷ് കുമാർ അങ്കിളും ഉണ്ടായിരുന്നു ആ സിറ്റുവേഷനിൽ. അത് അവരുടെ അന്നത്തെ ഹെൽപ്പും കാര്യങ്ങളും യു ക്യാൻ നെവർ എക്സ്പ്ലെയിൻ, വേർഡ്സിൽ പറഞ്ഞ് ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പോഴും കണ്ടിന്യൂ ആവുന്നുണ്ട്. ബിക്കോസ് അവരുടെ ഈ 2 വ്യക്തികൾ മാത്രമല്ല, ഞാൻ അവർ 2 പേരെയും പറയുമ്പോൾ അവരുടെ ഫാമിലിയും കൂടെ. അവരും ഇപ്പൊ ഞങ്ങൾ 4 പേരും ഉണ്ടായിരുന്നത് സുരേഷ് ഗോപി അങ്കിളുടെ മക്കളുമായി, സുരേഷ് കുമാർ അങ്കിളുടെ മക്കളുമായി. ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ട്രിവാൻഡ്രം ഷിഫ്റ്റ് ആകാൻ കാരണം തന്നെ അതാണ്, അവർ 2 പേരും അവിടെ ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഇവിടെ ഗോൺ ബാക്ക് ടു തമിഴ്നാട്. ഞങ്ങൾ ചിലപ്പോൾ വരുത്തേയില്ലായിരുന്നു. മേ ബി ഇറ്റ് വുഡ് ഹാവ് ഹാപ്പൻ സം ടൈം, മേ ബി, അറിയത്തില്ല. അവരുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തോട്ട് ഷിഫ്റ്റ് ആയത്. ഈ പലപ്പോഴും അച്ഛന്മാർ ഉള്ള സിനിമയിൽ മക്കൾ വരുന്ന രീതിയിലേക്ക് നമ്മൾ സോകോൾ നെപ്പോ കിഡ്സ് ഒക്കെ എന്ന് വിളിക്കുമ്പോഴും അവരുടെ സാന്നിധ്യത്തിൽ വന്നവരാണ്. ഇപ്പോ പൽരാജ് അത്തരത്തിൽ വന്നാണെങ്കിൽ പോലും അച്ഛന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. എവിടേക്കോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ വഴി അത്രത്തോളം ഈസി ആയിരുന്നില്ല, അല്ലെ? നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് കഴിവുണ്ട്, പക്ഷെ എവിടേക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നുള്ളത് ഡെഫിനറ്റ്ലി ഒരു ചാൻസ് ആയിട്ട് കിട്ടാൻ അത് എളുപ്പമായിരുന്നു. അത് ഞാൻ ഒരിക്കലും എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. ബിക്കോസ് ഫസ്റ്റ് മൂവി തന്നെ മമ്മൂക്കയുടെ വില്ലനായിട്ട് ചെയ്യാൻ പറ്റിയത് ദാറ്റ്സ് നോട്ട് വെരി ഈസി. അപ്പൊ അത് അച്ഛന്റെ ആ ഒരു ഇൻഫ്ലുവൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ 10 years ആയി ഞാൻ ക്ലോസ് ടു ഒരു 20 മൂവീസ് ചെയ്തിട്ടുണ്ട്. ആ കിട്ടിയ ചാൻസ് നിലനിർത്താന്നുള്ളത് ഇസ് നോട്ട് എ ഈസി ജോബ്. ഇപ്പൊ എനിക്ക് ഫസ്റ്റ് മൂവി മമ്മൂക്കയുടെ പടത്തിൽ എനിക്ക് ചാൻസ് കിട്ടി. 2ാമത്തെ പടവും മമ്മൂക്കയുടെ കൂടെ ചെയ്യാൻ പറ്റി. ഇനിയിപ്പോ വീണ്ടും ചെയ്യണമെങ്കിൽ രതീഷിന്റെ മകനാന്നുള്ള ആ ഒരു ടൈറ്റിൽ മാത്രം പോരാ, അത് മാത്രം പോരാ. ഞാൻ എന്റെ കേപ്പബിലിറ്റി അത് എനിക്ക് ചെയ്യാൻ പറ്റിയത് ഈ പടത്തിലാണ്, DNA-ലാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. ബിക്കോസ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ള റെസ്പോൺസിലിരുന്ന് മാറിയുള്ള റെസ്പോൺസ് ആണ് ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടറിന് കിട്ടാനുള്ളത്. ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകിയത് DNA ഡെഫിനറ്റ്ലി, നോ ഡൗട്ട് ഉണ്ട്. അതിന്റെ ഫുൾ ക്രെഡിറ്റ് എനിക്ക് തരേണ്ടത് സുരേഷ് ബാബു സാറിന് തന്നെയാണ്. ബിക്കോസ് ആ പടം ചെയ്തപ്പോൾ ഇത് ത്രൂ ഔട്ട് ഉള്ള ഒരു ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു ലെങ്തി ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ഐ ആം ഡൂയിങ് ഇറ്റ്. അപ്പോൾ ആ ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് സുരേഷ് ബാബു സാർ തന്ന കോൺഫിഡൻസ്. സെറ്റിൽ പലപ്പോഴും പല ഷോട്ട്സിലും എനിക്ക് തോന്നിയിട്ടുണ്ട്, അയ്യോ നമുക്ക് ചെയ്തത് ശരിയായില്ലല്ലോ, നമുക്ക് ഒന്നുകൂടെ ചെയ്യണം. അപ്പോൾ സുരേഷ് ബാബു സാർ പറഞ്ഞു ഇല്ലല്ലോ അത് ശരിയാ, ഒരിക്കലും പ്രഷർ എടുത്തില്ല. ചില ഷോട്ട്സ് എങ്ങാനും ശരിയായില്ലെങ്കിൽ പുള്ളി മാക്സിമം പറഞ്ഞാൽ പറയും പപ്പ ഒന്നുകൂടെ ചെയ്യാം, നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. അത് പിന്നെ തിയേറ്ററിൽ വരുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് എന്താവും. ബിക്കോസ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ത്രൂ ഔട്ട് ചെയ്യുന്നത്. തിയേറ്ററിൽ ഇരുന്ന് നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. എനിക്ക് സസ്പെൻസ് ആയതുകൊണ്ട് എനിക്ക് പലതും പറയാൻ പറ്റില്ല, ക്രൈം ത്രില്ലർ ആയതുകൊണ്ട്. ബട്ട് വെരി ഹാപ്പി വിത്ത് ദ റെസ്പോൺസ്. മുമ്പ് ദുൽഖർ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് കുറെ നല്ലത് പറയിപ്പിക്കാൻ തന്നെ അപ്പുറത്തേക്ക് വാപ്പ ചെയ്തു വെച്ച കാര്യങ്ങൾക്ക് ദോഷം പറയിപ്പിക്കാതിരിക്കണം എന്നുള്ളതുണ്ട്. ഇത് എവിടേക്ക് ഒരു പ്രഷറാണ്, അല്ലെ? കാരണം ഇത്രയും വേഷങ്ങൾ ചെയ്തു വെച്ചൊരു നടൻ ഈ രൂപം കൊണ്ട് കൂടി വരുമ്പോ എവിടേക്കും ഒരു കമ്പാരിസൺ പ്രഷർ ഭാഗത്തുണ്ടാവും, അല്ലെ? അച്ഛൻ ചെയ്തു വെച്ച് ഇങ്ങനെയാണ്, ഇനി വരാൻ പോകുന്ന ഇത്തരത്തിലായിരിക്കും എന്നുള്ളത്, അല്ലെ? ഇത് ശരിക്കും നൽകുന്നത് ഒരു പ്രഷറാണോ അതോ അതിനേക്കാളേറെ സന്തോഷമാണ്? എന്താ കൂടുതൽ സന്തോഷമാണ്, പക്ഷെ അതേപോലെ പ്രഷറുമാണ്. എന്താ പറയാ, ലൈക്ക് അച്ഛനെ പോലെ ആണെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അത് പറയുമ്പോൾ തന്നെ അടുത്തത് അവര് പറയണ്ട, നമ്മൾ തന്നെ അത് ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ തന്നെ തിങ്ക് ചെയ്ത് പ്രഷർ ആവും. ഡെഫിനറ്റ്ലി വിൽ ഹാവ് ടു ഡെലിവർ. അവർ അച്ഛനെ പോലെയെന്ന് പറയുമ്പോൾ അവർ നമ്മുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതും അച്ഛൻ്റെ ഒരു ലെവൽ ഓഫ് പെർഫോമൻസസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഐ ട്രൈ നോട്ട് ടു ഇമിറ്റേറ്റ്. അച്ഛൻ്റെ സ്റ്റൈൽ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ എക്സ്പെക്ടേഷൻ വരും. സോ എൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈലിൽ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുള്ളൂ.